കേരളത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന പൊതുതെരഞ്ഞെടുപ്പാണ് വിഷയം. പൊതുജനങ്ങളെ മോഹിപ്പിക്കുന്ന കൊതിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ നൽകി മത്സരിക്കുകയാണ് രാഷ്ട്രീയ കക്ഷികൾ. റോഡുകളിൽ, ടെലിവിഷൻ ചാനലുകളിൽ, പത്രങ്ങളിൽ എന്തിന് സോഷ്യൽ മീഡിയയിൽ പോലും മത്സരിച്ചുള്ള പരസ്യവാചകങ്ങൾ കൊണ്ട് നിറയുകയാണ്. കഴിഞ്ഞ ദിവസം പ്രമുഖ ടെലിവിഷൻ ചാനലുകൾ നടത്തിയ പ്രീപോൾ സർവേ പുറത്ത് വന്നപ്പോൾ യു.ഡി.എഫ് ശക്തമായ തിരിച്ചുവരും എന്ന് പറയുന്നു. ഇതിലൊന്നും വിശ്വസിക്കാതെ, ഏപ്രിൽ മാസത്തിലെ ചൂടിലും ചുട്ടുപൊള്ളുന്ന ചൂടും വാശിയിലുമാണ് രാഷ്ട്രീയ കക്ഷികൾ. എൽ.ഡി.എഫ് അല്ലാതെ മറ്റാരുണ്ട് എന്ന് എൽ.ഡി.എഫ് ചോദിക്കുമ്പോൾ മാറാത്തതും മാറും എന്ന് ബി.ജെ.പി പറയുന്നു. യു.ഡി.എഫ് പറയുന്നു, കേരളം ജയിക്കും, യു.ഡി.എഫ് വരും എന്ന് ആത്മവിശ്വാസത്തോടെ യു.ഡി.എഫ് പറയുന്നു. ഇതിനിടയിൽ ഒരു കൂട്ടർ ഒറ്റക്കും കൂട്ടായും പന്തയം വയ്പിലാണ്, ആര് ജയിക്കും ആര് തോൽക്കും എന്ന കാര്യത്തിൽ. പകുതി മീശ വടിക്കൽ, തല മൊട്ടയടിക്കൽ, അങ്ങനെ പോകുന്നു ഓരോ പന്തയങ്ങൾ. ഇന്ന് എറണാകുളം നഗരത്തിൽ അരങ്ങേറിയ ഒരു രസകരമായ സംഭവം പറയട്ടെ. നഗരത്തിലെ തിരക്കേറിയ ഒരു മൊബൈൽ ഷോപ്പിൽ 2 പേർ കടന്നു ചെല്ലുന്നു. ആഡംബര കാറിൽ വന്നിറങ്ങിയ ഒരാൾ ബർമുടയും ടിഷർട്ടും, മറ്റേയാൾ കറുത്ത മുണ്ടും ഷർട്ടും ചുവന്ന കുറിയും. കൗതുകത്തോടെ എല്ലാവരും നോക്കി നിൽക്കെ, സെയിൽസ്മാൻമാരിലൊരാൾ അവരുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, സർ, എന്താണ് വേണ്ടത്? ബർമുട ധരിച്ചയാൾ, വില കൂടിയ 2 മൊബൈൽ ഫോണുകൾ വേണം. അടുത്ത മാസം മെയ് 4-ന് ഉച്ച കഴിയുമ്പോൾ വേണം. അന്തം വിട്ട് നിൽക്കുന്ന ആ സെയിൽസ്മാനോട് വീണ്ടും പറഞ്ഞു, വില കൂടിയ ഫോണുകൾ ആകുമ്പോൾ നേരത്തെ ബുക്ക് ചെയ്യണമല്ലോ. സെയിൽസ്മാൻ ആദരവോടെ പറഞ്ഞു, സർ, ഒരു ഫോണിന് 1,70,000 വരും. ബർമുടധാരി ഉറച്ച സ്വരത്തിൽ കൂടെ വന്നയാളെ നോക്കി പറഞ്ഞു, അത് സാരമില്ല, ഇദ്ദേഹം തരും, 3,50,000. ചുവന്ന കുറിയിട്ടയാൾ ഇതെല്ലാം കണ്ട് പുഞ്ചിരിച്ച് കൊണ്ടു നിൽക്കുകയാണ്. ഇതിനിടയിൽ മറ്റ് ചില സെയിൽസ്മാൻമാരും അവരുടെ അടുത്തേക്ക് ചെന്നു. കൗതുകം കൊണ്ട് ആദ്യത്തെ സെയിൽസ്മാൻ മൊബൈൽ ഫോണിന്റെ സവിശേഷതയോടൊപ്പം പരിചയപ്പെടൽ തുടങ്ങി. അപ്പോഴാണ് സെയിൽസ്മാൻമാർക്ക് മനസ്സിലായത് ബർമുടധാരി ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും അറിയപ്പെടുന്ന വക്കീലാണ്. ചുവന്ന കുറിയിട്ട് കറുത്ത മുണ്ട് ധരിച്ചയാൾ സംവിധായകനും നിർമ്മാതാവുമാണ്. ആകാംക്ഷയോടെ ആ സെയിൽസ്മാൻ ചോദിച്ചു, എന്താണ് സർ ഇത്ര പെട്ടെന്ന് 2 വില കൂടിയ ഫോണുകൾ വാങ്ങുന്നത്? വക്കീൽ പറഞ്ഞു, ഇദ്ദേഹം എന്നോട് പന്തയം വച്ചിരിക്കുകയാണ്, എൽ.ഡി.എഫ് വീണ്ടും വന്നാൽ വില കൂടിയ ഈ 2 ഫോണുകൾ വാങ്ങിത്തരുമെന്ന്. അത് കേട്ടതും അയ്യോ എന്നൊരു വിളി ആ സെയിൽസ്മാനിൽ നിന്ന് അറിയാതെ പുറത്തേക്ക് വന്നു. മറ്റ് സെയിൽസ്മാൻമാരുടെ മുഖത്ത് നിരാശയും പരിഹാസവും നിറഞ്ഞ ചിരി പടർന്നു. അവർക്ക് ബോധ്യപ്പെട്ടു ഒരു നല്ല സെയിൽ നടക്കില്ലെന്ന്. ഒന്നും മനസ്സിലാകാതെ വക്കീൽ ചോദിച്ചു, എന്തു പറ്റി? ആ സെയിൽസ്മാൻ പറഞ്ഞു, സാറിന് ഈ ഫോണുകൾ കിട്ടില്ല. ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അല്ല, സാറിവിടെ കേരളത്തിലല്ലേ? സെയിൽസ്മാൻമാരിൽ വേറൊരാൾ കൗതുകത്തോടെ സംവിധായകനോട് ചോദിച്ചു, സാറെന്താ ബെറ്റ് വെച്ചിരിക്കുന്നത്? പതിഞ്ഞ സ്വരത്തിൽ ചിരിച്ചുകൊണ്ട് സംവിധായകൻ പറഞ്ഞു, മറ്റൊന്നുമല്ല, യു.ഡി.എഫ് വന്നാൽ എനിക്ക് 2 ഗോൾഡ് കോയിൻ, 2 പവന്റെ ഗോൾഡ് കോയിൻ തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ ആ സെയിൽസ്മാൻ പറഞ്ഞു, കിട്ടും, സാറിന് അത് കിട്ടും. ഇക്കാര്യത്തിന് ഫോൺ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചമ്മൽ ഒതുക്കി ഇളിഭ്യനായി വക്കീൽ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും യു.ഡി.എഫുകാരാണ്. ഓക്കെ, ഒരു കാര്യം പറയ, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളൊക്കെ ആർക്കാ വോട്ട് ചെയ്തത്? ഒരാൾ പറഞ്ഞു, എൽ.ഡി.എഫിന്. അവിടെ ഉണ്ടായിരുന്ന ഏറെപ്പേരും പറഞ്ഞു, എൽ.ഡി.എഫിന് തന്നെയാണ് വീണ്ടും വോട്ട് ചെയ്തത്. പക്ഷേ ഇനി ചെയ്യില്ല. പലതും പറഞ്ഞു പറ്റിച്ചില്ലേ? ഉള്ള എല്ലാത്തിനും ടാക്സും കൂട്ടി വിലയും കൂട്ടി. സാറ് ഇവിടെ കേരളത്തിലല്ലേ? ചമ്മലും ഇളിഭ്യയും ഒതുക്കാൻ കഴിയാതെ നിൽക്കുന്ന വക്കീലിനെ പുറത്തേക്ക് സംവിധായകൻ കൊണ്ട് പോകുമ്പോൾ വക്കീൽ പറഞ്ഞു, ഇവരൊന്നും ശരിയല്ല. പിന്നിൽ നിന്ന് ഏതോ സെയിൽസ്മാൻ പറഞ്ഞു, സാറേ, ഗോൾഡിന് ഇപ്പോൾ വില കുറഞ്ഞിരിക്കുകയാണ്, ഇപ്പോ ബുക്ക് ചെയ്താൽ പൈസ ലാഭിക്കാം. മറ്റൊരാൾ പറഞ്ഞു, എല്ലാം ശരിയാകും എന്നാണ് ഞങ്ങളെല്ലാം കരുതിയത്. വേറൊരാൾ പറഞ്ഞു, ഇപ്രാവശ്യം എന്റെ വോട്ട് നോട്ടക്കാണ്. ഒരു വിധത്തിൽ വക്കീലിനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സംവിധായകൻ വക്കീലിനോട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഒരാൾ പോലും വക്കീലിനെ സപ്പോർട്ട് ചെയ്തില്ലല്ലോ, കഷ്ടം.